വ്യാഴമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കന്നി രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. കന്നി രാശി എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത്. 4ഉം 7ഉം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 7ൽ ശനിയും ഉള്ളതുകൊണ്ട് തന്നെ കണ്ടകശനിയും അനുഭവിച്ചു പോരുന്നു. എന്നാൽ ഈ ഒരു വ്യാഴമാറ്റങ്ങളെ കൊണ്ട് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത്. 11ാം ഭാവം എന്നാൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ അധികം നേട്ടങ്ങളോട് കൂടിയിട്ട് തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് 11ാം ഭാവം എന്ന് പറയുന്നത്. അത് കന്നി രാശിക്കാർക്ക് വന്നു ചേരുന്നതും 11ലേക്കാണ് വ്യാഴൻ വരുന്നത്. കന്നി രാശിയുടെ 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നു. ഏത് ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരു സമയമാണ്. ആശയവിനിമയം വർദ്ധിക്കുകയും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാനും കഴിയും. കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ധനലാഭയോഗം ഉണ്ടാകും. കുടുംബസ്വത്ത്, സന്തോഷം, സമാധാനം ഉണ്ടാകും. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവരാൽ നമ്മളെ ബഹുമാനിക്കുന്നതിനും ദൈവാധീനം വേണ്ടുവോളമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. പൊതുവേ പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ 11ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗുണങ്ങളും അതേപോലെ തന്നെ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. നോക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴദശ അല്ലെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കഷ്ടതകളെല്ലാം മാറി കണ്ടകശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യമെല്ലാം കുറയുകയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം തുടങ്ങുവാനും കലാ സാംസ്കാരിക മേഖലയിൽ ഉള്ളവർക്കും വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിലൂടെ നല്ല മാർക്കുകൾ ലഭിക്കുവാനും പരീക്ഷാദികളിൽ ഉന്നത വിജയം ലഭിക്കുവാനും സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് മനസ്സമാധാനം ലഭിക്കുവാനുമുള്ള ഒരു സമയമാണ്. വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹം ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹം നടക്കും. കലാ കാർഷിക മേഖലയുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടകശനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷകാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതും കുലദൈവത്തെ നിത്യം തൊഴുകുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ ദേവാരമൂർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ദേശത്തെ പരദേവതയെ തൊഴുകുന്നതും നവഗ്രഹ പൂജ ചെയ്യുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ നമുക്ക് പറയുന്നത് ഈ ഒരു കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നി രാശിക്കാരുടെ ദോഷങ്ങളെല്ലാം മാറിയിട്ട് ആ മനസ്സമാധാനം കിട്ടുമെന്ന് പറയാം. കടൻ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാവുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. എങ്കിലും ഈശ്വര സേവ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. സന്താനങ്ങളെ കൊണ്ടും സന്താനം ഇല്ലാത്തവർക്കും സന്താനം ലഭിക്കുവാനുള്ള യോഗമാണ് പറയുക. അതുകൊണ്ട് വളരെ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ് പറയുക. ശത്രുക്കളെല്ലാം ഇല്ലാതാവും എന്നാണ് പറയുന്നത്. വളരെ നന്ദി.